മുണ്ടക്കാടുകളുടെ മതിൽക്കെട്ടിനിടയിൽ നിന്നപ്പോൾ അപ്രതീക്ഷിതമായി അവൾ കണ്ടു. കോട്ടിയ വാഴയിലയിൽ മുക്കുളത്തിലെ ജലപ്പരപ്പിൽ കത്തുന്ന 3 തിരികൾ. അവയോടൊപ്പം ഇലക്കൂട്ടിൽ 1-2 തെച്ചിപ്പൂക്കളും ആ ജലപ്പരപ്പിൽ ചുറ്റിക്കൊണ്ടിരുന്നു. ഒടുവിൽ തിരി ഒന്നൊന്നായി അണഞ്ഞു. ഉമ്മറത്ത് ചെന്ന് കയറിയപ്പോൾ കാത്തു നിന്ന പോലെ അമ്മ പറഞ്ഞു, "മോളുണ്ണി, ഉഷയ്ക്ക് ബലിയിടണം." ഗിരിജ ചെറുതായൊന്നു ഞെട്ടി. അപ്പോഴേക്കും കുളിച്ചെത്തിയ ദിനു ഉമ്മറത്തേക്കു കയറുമ്പോഴും അമ്മ പറഞ്ഞു, "ദിനു, ബലിയിട്ട് കയറിക്കോളൂ." ദിനു ഒന്ന് തിരിഞ്ഞു നോക്കി. എല്ലാം ഒരുക്കി കാത്തു നിൽക്കുന്ന ഇളയത്. ദിനു ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. 10 വർഷം കഴിഞ്ഞിട്ടും അമ്മ എത്ര കൃത്യമായി ഓർക്കുന്നു. ഇന്ന് ഉഷയുടെ മരണദിനമാണ്. ഇന്ന് തൊടിയിലെ മരക്കൊമ്പുകളിൽ കാക്കയുടെ രൂപം പൂണ്ട ഉഷ കാത്തിരിക്കുകയാവും. "അനിയത്തി, അനിയ, മോക്ഷം തരൂ. നിങ്ങളുടെ വിരൽത്തുമ്പിൽ കോർത്ത കറുകവളയത്തിൽ നിന്ന് എൻ്റെ മോക്ഷം അടർത്തിത്തരൂ." എത്ര വർഷം ബലിയിട്ടിരുന്നു? 1. അതെ, ഉഷ മരിച്ചതിന് ശേഷം 1 വർഷമേ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടേട്ടൻ്റെ വിവാഹത്തിനു മുമ്പ് ഞാൻ സ്ഥലം വിട്ടിരുന്നല്ലോ. അനിയത്തി, എനിക്ക് മോക്ഷം തരരുതേ. കറുകവളയത്തിലെ കെട്ടിൽ നിന്ന് എന്നെ മോചിപ്പിക്കരുതേ. എനിക്കിവിടെ സുഖമാണ്. ഇനിയും അത് പെണ്ണായി ജനിക്കും വീണ്ടും. എന്തു ചെയ്യണമെന്നറിയാതെ ഗിരിജ അറച്ചു നിന്നു. ഒരു ബലിയിടുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. അമ്മയുടെ ശുദ്ധമായ മനസ്സിൻ്റെ സമാധാനത്തിനു വേണ്ടി ഒരു 5 നിമിഷം ചെലവഴിക്കാം. അമ്മയെങ്കിലും ഒന്ന് ആശ്വസിക്കട്ടെ. മുക്കുളത്തിൽ ഉഷ മോക്ഷം കാത്തു കിടക്കുകയാവാം. ആ തടവിൽ നിന്ന് ഉഷയെ രക്ഷപ്പെടുത്തണം. ഗിരിജ ദിനുവിനെ വിളിക്കാൻ മുറിയിൽ ചെന്നു. ദിനു എങ്ങോ പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നു. ആ വേഷത്തിൽ ദിനു ഒരു 5 വയസ്സുള്ള കുട്ടിയെപ്പോലെ തോന്നി. അവൻ അച്ഛൻ്റെ മുറിയിൽ ചെന്നു. പാദങ്ങൾ തൊട്ട് വന്ദിച്ചു. പിന്നെ അമ്മയുടെ അടുത്തു ചെന്നു. കാല് തൊട്ടപ്പോൾ അമ്മ തലയിൽ കൈവച്ചു. പിന്നെ കെട്ടിപ്പിടിച്ചു. "എൻ്റെ മോനെ, എന്താണിത്?" "അമ്മേ, ഞാൻ പോകുന്നു." എവിടേക്കെന്ന് അമ്മ ചോദിച്ചില്ല. അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെടുകയാണ്. അവൻ ജീവിച്ചിരുന്നാലും എവിടെയാണെന്നറിയില്ല. അവനെപ്പറ്റി ഒരിക്കലും ഇനി ഒന്നും അറിയാൻ പോകുന്നില്ല. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വിതുമ്പി. എല്ലാറ്റിനും ഉത്തരവാദി മനക്കലെ മുത്തച്ഛനാണ്. കുട്ടേട്ടന് മെഡിസിന് പഠിക്കാൻ കാശ് ചെലവാക്കാമെങ്കിൽ എന്തുകൊണ്ട് ദിനുവിന് അവനിഷ്ടപ്പെട്ട കോഴ്സിന് ചേരാൻ മുത്തച്ഛൻ അനുമതി കൊടുത്തില്ല? എവിടെയെന്ന് തുടങ്ങിയെന്നറിയില്ല. അജിത ദിനുവിൻ്റെ സ്നേഹിതയായതു മാത്രമായിരുന്നോ കുറ്റം? അതുമാത്രമായിരുന്നോ നിഷേധിയെന്ന കുറ്റം ദിനുവിൽ ആരോപിക്കപ്പെട്ടത്? ചാവടിയുടെ താഴെ മുറ്റത്ത് നിൽക്കുമ്പോൾ അന്നു ദിനു അമർഷമൊതുക്കാൻ പാടുപെടുകയായിരുന്നു. "കേറി വാ, ഇവിടെ നിന്നോളാം. ഇനി പഠിക്കേണ്ടേ?" ഉത്തരവും കൂടെ വന്നു. "ഡിഗ്രിക്ക് കോഴ്സിന് അപ്ലൈ ചെയ്തോളൂ." "എനിക്ക് BVSന് പഠിക്കണം." "അതെന്താ?" "വെറ്റിനറി സയൻസാണ്." "പശുവിനെ കീറി മുറിക്കുന്നതല്ലേ?" "കുട്ടേട്ടൻ മനുഷ്യനെ കീറി മുറിക്കുന്നില്ലേ?" "അതു വേണ്ട, മറ്റെന്തെങ്കിലും ചെയ്തോളൂ." "മറ്റൊന്നും വയ്യ." "അവിടെ നിന്റെ വിപ്ലവം നടക്കുവോ?" ദിനു ഞെട്ടിയിരിക്കണം. എന്നാലും അവൻ മറുത്തൊന്നും പറഞ്ഞില്ല. ആ നിശബ്ദത മുത്തച്ഛനെയും ചിന്തിപ്പിച്ചിരിക്കണം. ഒടുവിൽ കസേരക്കയ്യിൽ കുത്തി നിർത്തിയ കൈകളിൽ നിന്ന് മുഖം ഉയർത്തിയപ്പോൾ ദിനു മുമ്പിലില്ലായിരുന്നു. തളർന്നു കിടക്കുന്ന അച്ഛൻ്റെ മുമ്പിൽ ദിനുവിൻ്റെ മുഖം, നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ. മുഖം തിരിക്കാൻ കഴിയാത്ത അച്ഛൻ ഉറങ്ങുന്ന ഭാവത്തിൽ കണ്ണുകളടച്ചു. പഠിച്ചിരുന്നെങ്കിൽ മറുനാട്ടിൽ ചെന്നാലും മാന്യമായി ജീവിക്കാം. ഇവിടെ ഡിഗ്രി കോഴ്സിന് ചേർന്നാൽ പൂർത്തിയാവുമെന്ന് പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സിന് എന്ത് ജോലി നേടിത്തരാനാവും? BVS കഴിഞ്ഞാൽ മാസത്തിനകം പോസ്റ്റിംഗ് ഓർഡർ കയ്യിൽ കിട്ടും. എല്ലാം മോഹങ്ങളിൽ തങ്ങി നിന്നു.
സ്റ്റേറ്റ് ബാങ്കിലെ ലോണിൻ്റെ പ്രതീക്ഷയും അധികം താമസിയാതെ നശിച്ചു. പിന്നെ ദേവി ടീച്ചർ, പുഷ്പ, ഡോക്ടറേച്ചി. ദിനു കുട്ടേട്ടൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഒന്നും പറയാതെ ദിനു കുട്ടേട്ടൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. അവസാനം ദിനു ഗിരിജയുടെ അടുത്തെത്തി കൈകൾ ഉയർത്തി അവളുടെ തോളിൽ വെച്ച് അഭിമുഖമായി നിന്നു. അവളുടെ മിഴികൾ ശാന്തമായിരുന്നു. ഒടുവിൽ ഇല്ലപ്പടികൾ ഓരോന്നായി ഇറങ്ങി. ഓരോ പടികൾ ഇറങ്ങുമ്പോഴും ദിനുവിൻ്റെ ഓരോ ഭാഗവും അപ്രത്യക്ഷമായി. ഒടുവിൽ തലയും. ഗിരിജ മുഖം തിരിച്ച് ഉമ്മറത്ത് കയറി. നിശ്ചലമായ മിഴികളുമായി ഡോക്ടറേച്ചി, ചിന്താമൂകനായ കുട്ടേട്ടൻ, എല്ലാം കടിച്ചമർത്തി നിൽക്കുന്ന അമ്മ. അന്നു രാത്രിയിൽ ഗിരിജയുടെ പൊള്ളുന്ന ശരീരം കൂടുതൽ കൂടുതൽ വരണ്ടു. കണ്ണു തുറക്കാനാവുന്നില്ല. മരണം സുന്ദരമായൊരു മുഖമായി, ഉഷയുടെ മുഖമായി ഏതോ ഇരുളിൽ നിന്ന് എത്തി നോക്കുന്നു.